ഹലോ ഗായ്സ്, നമ്മൾ കുറെ ആയില്ലേ ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട്. അപ്പം ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിനും അതുപോലെ എനിക്കും വളരെ വേണ്ടപ്പെട്ട ഒരു കണ്ടന്റാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. കുറച്ച് ആളുകൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ എന്താണോ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ഒരു ടൈപ്പ് എന്താണോ അറിയാതെ തളർത്താനായിട്ട് കമന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഏത് രീതിയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാലും ബോഡി ഷെയ്മിംഗ് ആണ് അല്ലെങ്കിൽ ഇത് കളിയാക്കലാണ് എന്ന രീതിയിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നി ഞാൻ ആദ്യം നമ്മുടെ ചാനലിന് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ മെമ്പേഴ്സിന് കാണിച്ചു കൊടുക്കേണ്ടത് ബോഡി ഷെയ്മിംഗ് എന്താന്നുള്ളതാണ്. അല്ലെങ്കിൽ റോസ്റ്റിങ്ങിലൂടെ എങ്ങനെ നമുക്കൊരാളെ ബോഡി ഷെയ്മിംഗ് ചെയ്യാം അല്ലെങ്കിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പൊ അതാണ് നമ്മുടെ വീഡിയോ. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ലെറ്റ്സ് ഗോ. ഫസ്റ്റ് വീഡിയോ ആണ്. क्या चाहती हो तुम मुझसे? അവൻ പോണ നിങ്ങള് ഇത് ശരിക്കും ആസ്വദിക്കാൻ പറ്റുന്ന വീഡിയോസുകളല്ലേ. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും സബാന ഈ എന്തുകൊണ്ടാണ് ചിരിക്കുന്നതെന്ന്. അത് കണ്ടിട്ട് ചിരിക്കാനാണോ തോന്നിയെന്നല്ലേ. ഞാൻ പറഞ്ഞുതരാം. 1-2 വീഡിയോസും കൂടി കഴിയട്ടെ, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് സെക്കൻഡ് വീഡിയോ ആണ്. ആ പുറം കണ്ടാൽ അറിയാം ഇതും അവൾ തന്നെയാണ്. എങ്ങനെയുണ്ട് വീഡിയോ? അടുത്ത് मैं दिल का बहुत अच्छा हूँ पर गुस्से में दिल काम नहीं करता. कौन बोल रहा? दिख तो कोई रहा नहीं. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് ആ കുട്ടിയുടെ നിറം തന്നെയാണ്. ആ കുട്ടി ബ്ലാക്ക് ആണ്, അല്ലാതെ ഫിൽറ്റർ ഒന്നുമില്ല. പക്ഷെ ഇപ്പം പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എവിടെയാണ് സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ, ആളെ കാണില്ല എന്ന് പറയുമ്പോ ഫ്ലാഷ് അടിച്ച് നോക്കുകയാണ്. അതാണ് ഈ കോമഡി. നെക്സ്റ്റ് ഇതൊന്നും നിങ്ങൾക്ക് ഒരു ഉദ്ദേശ തീം എന്താന്ന് മനസ്സിലായില്ല. കാരണം അങ്ങോട്ട് തിരിഞ്ഞു പോകുന്ന സമയത്തുള്ള ആ ഒരു ലുക്ക് വെച്ചിട്ടാണ് അവര് എന്തൊക്കെയോ പക്ഷെ തിരിച്ചു കിട്ടിയത് അതായില്ല. അതാണ് അവർ ഉദ്ദേശിച്ചത്. പക്ഷെ ഇതിന് നമുക്ക് ചിരിക്കാൻ പറ്റില്ല. കാരണം അത് ആ കുട്ടിക്കുള്ള ജന്മനാളുള്ള കുറവുകളാണ്. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അപ്പൊ മുമ്പുള്ള വീഡിയോസുകളൊക്കെ എന്താണ് സബാനയെന്ന് അല്ലേ. പറഞ്ഞുതരാം. അടുത്ത വീഡിയോ. ആ ഇതാ കുട്ടി തന്നെയാണ്, സംശയിക്കേണ്ട കുട്ടി തന്നെയാണ്. എന്താ പാട്? അവനവിടെ വീണ് ഇനിയിപ്പോ മറ്റോന്റെ അതിനേക്കാളും ഭയങ്കര പെർഫോമൻസ്. ഇത് ചിരിക്കും. ഇത് ടോട്ടല് നല്ല വ്യൂസ് വന്നൊരു വീഡിയോ ആണ്. എന്താ കാരണം എന്നറിയോ? ഞാനും ചിരിക്കും ഈ വീഡിയോ കാണുമ്പോൾ. കാരണം ആ കുട്ടിക്ക് അങ്ങനത്തെ ഒരു കുറവില്ല. ആ കുട്ടി നിങ്ങളെ പോലെ കുറെ ആളുകൾ ബോഡി ഷെയ്മിങ് എന്നും പറഞ്ഞ് ഒന്നും ചിന്തിക്കാതെ കമന്റ് ഇടുന്ന ആളുകളുണ്ട്. അപ്പം നിങ്ങളെയാണ് ശരിക്കും ഈ കുട്ടി ടാർഗറ്റ് ചെയ്യുന്നത് തന്നെ. നെഗറ്റീവ് പബ്ലിസിറ്റി. ഇതേപോലെ കണ്ണ് അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കിയിട്ടൊക്കെ വീഡിയോ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളെപ്പോലെ ഒരുപാട് ആളുകൾ ബാഡ് കമന്റ് ഇടും, അത് റീച്ചിലേക്ക് എത്തിക്കും. ഇതേപോലെ ഒരുപാട് ആളുകൾ ട്രോളും. ആ കുട്ടിക്ക് വിവരമുണ്ട്. ഞാൻ ചിരിക്കുന്നതും എനിക്ക് വിവരമുള്ളതുകൊണ്ടാണ്. ഇതൊക്കെ ബോഡി ഷെയ്മിങ് എന്നുള്ള കാറ്റഗറിയിലേക്ക് ആക്കി ചെയ്യുന്ന വീഡിയോസുകളാണ്. ആക്സിഡന്റലി പറ്റിപ്പോകുന്നൊന്നുമില്ലല്ലോ. ഇതും നമ്മളെ മുന്നേ കാണിച്ച ആ കുട്ടി തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, അത് ആ കുട്ടിയുടെ ഒറിജിനൽ കളറാണ്, അല്ല ഫിൽട്ടർ ചെയ്തതല്ല. എന്നാ ആ മറ്റേ കുട്ടി ഉണ്ടല്ല, ആ കുട്ടി അങ്ങനല്ല, ഇതിനെ പോലെയല്ല. അടുത്ത വീഡിയോ. നോക്ക് കണ്ട, ആ തടി കൂടിയതിനെയാണ് ഇപ്പൊ ഇവർ ഇങ്ങനെ എല്ലാം കൂടി നെഗറ്റീവ് ആക്കി മാറ്റിയെടുത്തത്, ഒരു ഫണ്ണാക്കി ക്രിയേറ്റ് ചെയ്തത്. ഇതും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ആ പെൺകുട്ടി ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ആളുകൾ റിയാക്ട് ചെയ്യണമെന്ന് വിചാരിച്ച് ചെയ്തതാവൂല. കാരണം മറ്റുള്ള വീഡിയോസ് കണ്ട പോലത്തെ ആ ഒരു ടച്ച് ഇതിന് കിട്ടണില്ലല്ലോ. നോട്ട് ചെയ്യണതൊക്കെ. അടുത്ത വീഡിയോ നോക്കാം. നോക്ക്, ഇതിനൊക്കെ ഇപ്പൊ നിങ്ങൾ എന്താ പറയല്? ഏതെങ്കിലും തരത്തിൽ ഇത് ബോഡി ഷെയ്മിങ് അല്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. 100% ബോഡി ഷെയ്മിങ് തന്നെയാണ് അല്ലെ. അവന് കുറച്ച് കാണാൻ ചേലുള്ളതുകൊണ്ടും കോലുള്ളതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക അല്ലെ. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ നോക്കാം. ആ കുട്ടി തന്നെയാണ് നമ്മുടെ ഫസ്റ്റത്തെ. അല്ലട്ടാ പുറം ഒരേ മാതിരി.
ആ കണ്ട, ഇത് സംഭവം ചെയ്യുന്നതിന് കുറ്റം പറയാൻ പറ്റില്ല. കാരണം ആ കുട്ടി അറിഞ്ഞുകൊണ്ട് തന്നെ അതിന്റെ പല്ല് കംപ്ലീറ്റ് ബ്ലാക്ക് ആക്കിയതാണ്, ബോഡി ഷെയ്മിങ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. കഴിഞ്ഞിട്ടില്ല, അടുത്ത വീഡിയോ. ഇത് നമ്മളെ മറ്റേ കുട്ടിയാണേ, ഇത് ഉറപ്പിച്ചോ, അതന്നെയാണ്. ആ എന്താ, അവളെ കണ്ണും മോറും കണ്ടപ്പം ഓനക്ക് ആ പൂവ് കൊടുക്കാൻ തോന്നിയില്ല, നേരെ മുണിങ്ങിയാണ്. ആ കുട്ടി എന്തൊക്കെ അതിന്റെ മുഖത്ത് കാട്ടി വെച്ചിരിക്കണം നോക്ക്. അതൊക്കെ ജനിക്കുമ്പോ തന്നെ അങ്ങനെ ആയതാ. നിങ്ങൾ കാണും, ഞാൻ കാണിച്ചു തരാം, ഫോട്ടോ ആക്കി തരാം, നോക്ക് എങ്ങനെയുണ്ട്. ഇത് എന്തിനും വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്? ബോഡി ഷെയ്മിങ്ങിന് വേണ്ടിയിട്ടല്ലേ? നെഗറ്റീവ് പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ടല്ലേ? ബാഡ് കമന്റ്സ് വരാൻ വേണ്ടിയിട്ടല്ലേ? നിങ്ങളെ കൊണ്ട് കമന്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടല്ലേ? ഇനി അതൊന്നും നിങ്ങൾ സമ്മതിച്ചിട്ടില്ലെങ്കിലും വേണ്ട, നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഇതും ആ കുട്ടി തന്നെയാണ് കേട്ടോ. പൂ കൊടുക്കാനുള്ള പ്ലാനിങ് ആണ്. ഇനിയിപ്പോ കാണുമ്പോ കൊടുക്കൂല, അതാണ്. ആ ഞാൻ പറഞ്ഞില്ലേ, ഇതിനിവര് കൊടുക്കുന്ന ആ ഓൺ ദ സ്പോട്ട് മ്യൂസിക്കുകളും അതുപോലെ തന്നെ ആ ഒരു ഫേസിൽ വരുന്ന എക്സ്പ്രഷനും ഇതൊക്കെയാണ് ഈ വീഡിയോയുടെ റീച്ച്. ഇതിന്റെയൊക്കെ കമന്റ് എത്രയെന്ന് അറിയാം നിങ്ങൾക്ക്? 10,000 15,000 കമന്റ് ഉണ്ട്. ഇത്രയും കമന്റ് എങ്ങനെ കിട്ടിയതാ? ആ കുട്ടി അങ്ങനത്തെ രീതിയിൽ ഒരു പോസ് കൊടുത്തതുകൊണ്ടാണല്ലേ, അവൻ അങ്ങനത്തെ രീതിയിൽ അതിനെ റിയാക്ട് ചെയ്തതുകൊണ്ടാണ്. ഇത്രയും ആളുകൾ ഈ കുട്ടിയെ കണ്ടത് എന്തുകൊണ്ടാണ്? അവളുടെ ഫേസിൽ അങ്ങനത്തെ ഒരു മാറ്റം ആ കുട്ടി വരുത്തിയത് കൊണ്ടാണ് അല്ലെ. ഇനി അതൊക്കെ പോട്ടെ, വരുത്തിയതല്ല ചിന്തിക്ക്. ആ കുട്ടിക്ക് ഓൾറെഡി ജനിച്ചപ്പോഴേ ഉള്ളതാണ്. ജനിച്ചപ്പോഴേ ഉള്ളതാണെങ്കിൽ കൂടി ആ കുട്ടിയുടെ കോല എന്തിനാണ് ഉപയോഗപ്പെടുത്തുന്നത്? നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടല്ലേ. അപ്പൊ അവർക്കൊന്നും ഇല്ലാത്ത പ്രശ്നമാണ് കമന്റ് ബോക്സിലുള്ളവർക്ക് അല്ലെ. ഇവിടെ ആ കുട്ടി ഇങ്ങനെ ചെയ്തിട്ടാണ് ഇത്രയും ആളുകളിലേക്ക് എത്തിയത്. ഒത്തിരി ആളുകൾ, ഇപ്പൊ എത്ര ആളുകൾ വീഡിയോ ഞങ്ങൾക്ക് കാണിച്ചു തന്ന ആ കുട്ടീനെ റിയാക്ട് ചെയ്ത എന്തുകൊണ്ടാണ്? ഇങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടല്ലേ. അപ്പൊ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയല്ല കുട്ടി ചെയ്യുന്നത്. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്ക്. കഴിഞ്ഞിട്ടില്ല, അടുത്ത വീഡിയോ കാണിച്ചു തരാം. അതിനവന്റെ എക്സ്പ്രഷൻ നോക്ക്. ഇതൊക്കെയാണ് ബോഡി ഷെയ്മിങ്. ഞാൻ ചെയ്യുന്ന വീഡിയോസുകൾ, ആ വീഡിയോസിൽ ആരാണോ ഉള്ളത് ആ വ്യക്തി പോലും ആ വീഡിയോ കണ്ട് ചിരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് വീണ്ടും വീഡിയോ ചെയ്യാൻ പറ്റുന്നത്. അല്ലാത്ത പക്ഷെ അവർ ഓൺ ദ സ്പോട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറയില്ല ഇത് ഡിലീറ്റ് ചെയ്യുന്നു. അത്രയെങ്കിലും മനസ്സിലാക്കിയാൽ പോരെ. അടുത്ത വീഡിയോ ആണ്. ഇതും പ്രതീക്ഷയെ കളിയാക്കൽ തന്നെയാണ്. പക്ഷെ ഇതിന് ഞാൻ കുറ്റം പറയില്ല കേട്ടാ. എനിക്ക് ഇതിലിപ്പോ ഏതെങ്കിലും ഒരു വീഡിയോ എടുത്തിട്ട് നിങ്ങൾ പറഞ്ഞ പോലെ ബോഡി ഷെയ്മിങ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്തു. ബോഡി ഷെയ്മിങ് എനിക്ക് ഇങ്ങനെ കൊടുക്കാം, ഇത്ര മാത്രം ചെയ്യേണ്ട ആവശ്യമുള്ളൂ എനിക്ക്. ഇനി നിങ്ങൾ പറഞ്ഞ പോലെ ബോഡി ഷെയ്മിങ്ങിലൂടെ എനിക്ക് റീച്ചാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു ഉദ്ദേശിക്കുന്ന ഒരാളാണ്, എനിക്ക് ഇത്രത്തോനെ പണിയൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇനി ഇത്രയൊക്കെ ഞാൻ പറഞ്ഞും കാണിച്ചും തന്നിട്ടും ഇനിയും തളർത്തണം, അല്ലെങ്കിൽ എന്റെ തളർച്ച ആഗ്രഹിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നല്ല രീതിയിൽ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങൾ എത്രത്തോളം പരിശ്രമിക്കുന്നോ അത്രത്തോളം ഞാൻ വളർന്നുകൊണ്ടേയിരിക്കും. കാരണം ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ ഒരു സ്റ്റേജിൽ എത്തി നിൽക്കുന്നത്. അപ്പം ഞാനായിട്ടല്ലാതെ എന്നെ ഒരാൾ ഇവിടുന്ന് പറഞ്ഞയക്കാമെന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ട. ഞാനായിട്ട് അവസാനിപ്പിച്ച് പോകുന്നത് വരെ ഞാൻ ഇവിടെ ഉണ്ടാവും. അപ്പം എൻ്റെ വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും എൻജോയ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോസിൻ്റെ അഭിപ്രായവും രേഖപ്പെടുത്താൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.